വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഇംഫാലിലെ ന്യൂ ചെക്കോൺ ഏരിയയിൽ മെയ്തേക്ക് കുക്കി വിഭാഗങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. തുടർന്ന് മേഖലയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി ഭദ്ര എസ് നായർ ചേരുന്നു ഇന്ത്യൻ നാഷണൽ ഡെസ്കിൽ നിന്നും. ഭദ്ര, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അജി സൂചിപ്പിച്ചതുപോലെ മെയ്തേയ് കുക്കി കമ്മ്യൂണിറ്റികളാണ് ഇപ്പോൾ സംഘർഷം അഴിച്ചുവിടുന്നത്. ഇവർ പൊതുമുതൽ നശിപ്പിച്ചും വീടുകൾ കത്തിച്ചുമൊക്കെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, സൈനികരും അർദ്ധ സൈനികരും ഒക്കെ തന്നെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ, ഡ്രോണുകൾ, ചീറ്റ ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ പ്രദേശത്ത് വ്യോമ നിരീക്ഷണം കൂടി നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ഈ സാധാരണക്കാരായ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. വാഹനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും അതുപോലെ തന്നെ വീടുകൾ, നമുക്കറിയാം നേരത്തെ കഴിഞ്ഞ മെയ് 3-നാണ് ഈ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ മണിപ്പൂരിൽ നിന്നും പലായനം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളൊക്കെ തന്നെ ഈ അക്രമികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടുകൾക്കൊക്കെ തീയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അത്തരം ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ഈ ഭാഗത്ത് വിന്യസിച്ചിട്ടുള്ളത്. അതായത് 37ഓളം വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി, ദേശീയപാത 37-ലൊക്കെ ഓടുന്ന വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സുരക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് 5ഓളം സുരക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള CRPF ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മണിപ്പൂർ പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അജി. മാത്രമല്ല, മണിപ്പൂരിൽ ഇപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, BJP സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് ഇത്രയും വലിയ സംഘർഷം ഉണ്ടായിട്ട് പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മര്യാദ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ അല്ലെങ്കിൽ മോദിയോ ചെയ്തില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ചെയ്തില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ സംസാരിക്കുക പോലും ചെയ്തില്ല എന്നും ജയറാം രമേശ് ട്വിറ്ററിലൂടെയൊക്കെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മണിപ്പൂരിലെ ഈ ഒരു വിഷയം പ്രതിപക്ഷ പാർട്ടികൾ തീർച്ചയായും ഒരു ആയുധമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അജി. ശരി ഭദ്ര.